ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരുന്ന എക്സാം, ഞാൻ എസ്പെഷ്യലി പറയുകയാണ് 57, 58 ഇപ്പൊ നമ്മുടെ മുൻപിൽ നമ്മൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമോ ഡെസ്പായിട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്, കഴിഞ്ഞത് കഴിഞ്ഞു അല്ലെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത എക്സാമിന് വേണ്ടി നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, പ്രയത്നിക്കാം. നമ്മുടെ ടോപ്പിക്ക് പറഞ്ഞാൽ ആ ടോപ്പിക്സുകൾ പ്രോപ്പറായിട്ട് പഠിച്ചു തീർക്കണം. അതുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് കാര്യങ്ങൾ. ഒരു കാരണവശാലും നമ്മൾ പിന്നെ ഒരു ഡീറ്റെയിൽ നമ്മൾ വലിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് ആക്ടർ റൂൾസിന്റെ ഒക്കെ പുസ്തകം എടുത്ത് അങ്ങനെ പഠിക്കുന്ന കാര്യമില്ല. നമ്മൾ എഴുതി വെച്ച ഷോർട്ട് നോട്ട്സുകൾ, ആ ഷോർട്ട് നോട്ട്സിൽ എല്ലാം ഉൾപ്പെടുത്തണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. അത് കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരണം. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട എക്സാമുകൾ കേരള PSC നടത്തിയ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം കഴിഞ്ഞു, കേരള ബാങ്കിന്റെ എക്സാം കഴിഞ്ഞു. ഇനിയും സഹകരണ മേഖലയിലേക്ക് സഹകരണ മേഖലയിലെ ജോലി നോക്കുന്നവർക്കായിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് CSEB ആണ്. ഇതെപ്പോഴും ഉണ്ടല്ലേ, വർഷത്തിൽ മിനിമം 2 തവണ അല്ലെങ്കിൽ 3 തവണയെങ്കിലും നമുക്കൊരു CSEB ബോർഡ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കും. അത് തന്നെ എന്താണ്, ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ, പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ എക്സാംസുകളാണ് CSEB ബോർഡ് എക്സാം നടത്തുന്നത് നമുക്കറിയാം അല്ലെ. ബോർഡ് നടത്തുന്ന എക്സാം അതാണ്. അപ്പം കുട്ടികൾക്ക്, എനിക്ക് തോന്നുന്നു പൊതുവെ കുട്ടികളൊക്കെ വളരെ എന്താണ് പറയുക, എല്ലാവരും ആകപ്പാടെ ഫോർ എക്സാമ്പിൾ കേരള ബാങ്കിന്റെ ഒക്കെ എക്സാം കഴിഞ്ഞു ഡെസ്പായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അല്ലെ. എല്ലാവരും ഡെസ്പായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പൊ നമ്മുടെ മുൻപിൽ നമ്മൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമോ ഡെസ്പായിട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്, കഴിഞ്ഞത് കഴിഞ്ഞു അല്ലെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത എക്സാമിന് വേണ്ടി നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, പ്രയത്നിക്കാം അല്ലെ. നന്നായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് CSEB ബോർഡ് എക്സാം എന്ന് പറയുക അല്ലെ. CSEB എക്സാം സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ നമ്മുടെ എന്താണ് ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ആ ലെവൽ എക്സാം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഓർക്കുക, നല്ല രീതിയിൽ കഷ്ടപ്പെടുകയും നല്ല രീതിയിൽ പഠിക്കുകയും വേണം കേട്ടോ. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോലി നമുക്ക് നമുക്ക് ഈ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ പൊതുവെ ഇപ്പൊ നമുക്കറിയാം 2 ടൈപ്പിലുള്ള കുട്ടികളാണ് എക്സാം. ഒന്ന് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ വരാറുണ്ട് അല്ലേ. അതായത് ആദ്യമായിട്ട് JDCയോ HDCയോ BCom വിത്ത് കോർപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എക്സാം എഴുതുന്ന കുട്ടികളും കാണും. പിന്നെ കുറെ നാളുകളായിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളും കാണും. ഇതിൽ നമുക്കറിയാം 30% ആൾക്കാരും ഒരു 56, 57 മാർക്കിൽ വരുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ആ ഒരു റേഞ്ചിൽ വന്നിട്ട് അല്ലെങ്കിൽ 58 റേഞ്ചിൽ വന്നിട്ട് പിന്നെ മുൻപോട്ട് പോകാൻ ആ ഒരു 60 എബോവ് 60 എബോവ് പണ്ട് കാലങ്ങളിൽ 2018, 19 കാലഘട്ടത്തിലൊക്കെ നമുക്ക് എന്താണ് ഒരു 60 മാർക്കൊക്കെ ഉണ്ടായിരുന്നു, 59 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ജോലി ഉറപ്പായിരുന്നു. ഓക്കെ, ഒരു 2020 വരെയൊക്കെ നമുക്കൊരു 60 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ഉറപ്പായിരുന്നു അല്ലേ. വളരെ സിമ്പിളാണ്. കാരണം സിമ്പിൾ എന്നല്ല, ഉറപ്പാണ്. 60 മാർക്ക് നമുക്കുണ്ടോ, ആ 60 എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ സംഖ്യയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്ക് ജോലി ഉറപ്പായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 എക്സാമുകളിൽ നിങ്ങൾ നോക്കി, നമുക്ക് ഒരിക്കലും 60 മാർക്ക് സേഫ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ലെ. 60 മാർക്ക് നമുക്ക് ഒരിക്കലും സേഫ് അല്ല. ഏറ്റവും മിനിമം നമുക്കറിയാം ഒരു കട്ട് ഓഫ്, ഒരു ജനറൽ കട്ട് ഓഫ് കാണും. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്ന പോലെ PSC പോലെ കട്ട് ഓഫ് അല്ല, ഓരോ ബാങ്കിനും പ്രത്യേകം കട്ട് ഓഫ് ആണ്. എങ്കിലും നമുക്കൊരു ജനറലൈസ് ആയിട്ടൊരു കട്ട് ഓഫിനെ കുറിച്ച് പറയാമെങ്കിലും നമുക്ക് അത് ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടുന്ന നിർബന്ധമില്ല അല്ലെ. ജസ്റ്റ് കട്ട് ഓഫ് മാത്രം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബാങ്കിലെ കട്ട് ഓഫ് 62 ഇപ്പോൾ 60 നമുക്ക് 60 മാർക്കേ ഉള്ളൂ, നമ്മൾ ഒറ്റ ബാങ്കിൽ ഉൾപ്പെട്ടു, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സേഫ്റ്റി ഇല്ല. കാരണം നമുക്ക് ഷുവർ അല്ല ജോലി കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒറ്റ ബാങ്കിൽ വന്നു, കറക്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ബാങ്കിൽ വന്നു, ആ ബാങ്കിൽ നമ്മളെക്കാളും മാർക്കുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കായിരിക്കും ആ ജോലി പോവുക അല്ലേ, സംശയമൊന്നും വേണ്ട. അങ്ങനെ ചില കുട്ടികളും പ്രശ്നങ്ങൾ, കാരണം അവർ കുറേ പഠിച്ചു, ജസ്റ്റ് കട്ട് ഓഫ് മാത്രം ഒന്ന് ക്ലിയർ ചെയ്യുന്നു, പക്ഷെ ആ ജോലി കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാം. അപ്പൊ നമുക്കറിയാം ഒരു നോർമൽ കട്ട് ഓഫ് ഇപ്പോഴും നമുക്ക് പറയാം ഏകദേശം ഒരു പറയുക ഒരു 60-61 നോർമൽ കട്ട് ഓഫ് വരികയാണെങ്കിൽ നമുക്ക് ഒരു 64-63 മാർക്കാണ്. അതായത് നോർമൽ കട്ട് ഓഫിനേക്കാൾ ഒരു ജനറൽ കട്ട് ഓഫ് നമുക്ക് പറയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 മാർക്കൊക്കെ അങ്ങോട്ടും വ്യത്യാസം വരികയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു 60 ഒരു നോർമൽ കട്ട് ഓഫ്, അല്ല 61 ഒരു നോർമൽ കട്ട് ഓഫ് എങ്കിൽ നമുക്ക് ഒരു 64 മാർക്ക് വേണം. അതായത് നമ്മളെപ്പോഴും ആ കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഒരു 2 അല്ലെങ്കിൽ 2.5 മാർക്ക് കൂടുതൽ വേണം. മസ്റ്റ് ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. കട്ട് ഓഫ് മാർക്കിനെക്കാട്ടിൽ ഒരു 3 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം കേട്ടോ. 3 മാർക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് വലിയ പ്രശ്നമില്ല. നല്ല രീതിയിൽ ഇന്റർവ്യൂവിനോട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി അല്ലേ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ 60 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്കിലേക്ക് നമ്മൾ ചുരുങ്ങി പോവുകയാണ്. ഒരു കാരണവശാലും നമുക്ക് ഒരു ലീഡിങ്ങിലേക്ക് വരാൻ പറ്റുന്നില്ല. ചില കുട്ടികളാണെങ്കിൽ കട്ട് ഓഫുമായിട്ട് 1 മാർക്ക് 1.5 മാർക്ക് ഫോർ എക്സാമ്പിൾ 60 കട്ട് ഓഫ് എങ്കിൽ ചില കുട്ടികൾ 59 എല്ലാ തവണയും ചില കുട്ടികളുണ്ട്. സാറേ എന്റെ മാർക്ക് എത്രയാണ്, എല്ലാ തവണയും എനിക്ക് കിട്ടുന്ന മാർക്കിനെക്കാട്ട് 1 മാർക്ക് കൂടുതലാണ് കട്ട് ഓഫ്. പൊതുവെ നമ്മൾ കേട്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം?
അതാണ് നമ്മൾ ആദ്യം മനസ്സിലായത്. എന്താണ് നമ്മുടെ പ്രശ്നം? ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിഗിനേഴ്സ് അങ്ങനെ പഠിക്കണമെന്നും ഏകദേശം ഒരു 58-57 മാർക്ക് വന്ന് നിൽക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഈ 57കാരുടെ കാര്യം നോക്കാം അല്ലേ. ഈ 57-58 മാർക്ക് മേടിക്കുന്ന കുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ 90-95% ജോലിക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. ക്വാളിഫൈ ചെയ്യാൻ 90-95% നിങ്ങൾ ഓക്കെ ആണ്. ബാക്കി 5-10% ആ ഒരു പ്രോബ്ലമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം. കാരണം നമ്മൾ പഠിച്ചിട്ട് പോകുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. അപ്പം നമ്മൾ ഓർക്കുക, ഒരു 57 വരുന്ന കുട്ടികൾ പ്രധാനപ്പെട്ടതായിട്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒന്നിന് പഠിക്കാഞ്ഞിട്ടല്ല, പഠിച്ചിട്ട് പോകുന്നുണ്ട്, പ്രോപ്പറായിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ കൺഫ്യൂഷൻ വരികയാണ്. ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ അതാണോ ഇതാണോ അല്ലെ, ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 2 അവർക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്, പക്ഷെ 2 അവർ ലോക്കായി പോവാണ്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സാം എഴുതുന്ന രീതി. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് GK ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ബുദ്ധിമുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് തമ്മിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് GK ആണ്. ഇപ്പം നമ്മുടെ സബ്ജക്ട് പേപ്പറുകളെല്ലാം അറിയാം, ഇംഗ്ലീഷ് അറിയാം, മാത്സ്, GK അത്യാവശ്യം ഒരു 5 മാർക്ക് അറിയാമെന്ന് വെച്ചു. പക്ഷേ ഈ കുട്ടി ആദ്യം തന്നെ GK കയറി അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ചിലപ്പോൾ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് വരാം, GK ഡിഫിക്കൽട്ടായിട്ട് വരാം. ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഈ നമ്മുടെ മനസ്സ്, നമ്മുടെ മെന്റലി നമ്മൾ ഡൗൺ ആയി പോകുന്ന സാഹചര്യമുണ്ട്. എല്ലാവർക്കും വരുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ വീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇംഗ്ലീഷ് GK മനസ്സിൽ GK ഒരു വീക്കാണ്. പൊതുവെ എല്ലാവർക്കും ഒരു വീക്കായിട്ട് വരുന്ന എല്ലാവർക്കും അല്ലെ, പൊതുവെ ഒരു 90% ആൾക്കാരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്നത് GK ആണ്. ഇപ്പൊ നമ്മൾ ആ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത് നോക്കിയാലോ, ഏറ്റവും ആദ്യം എടുത്തു, നമുക്ക് അറിയത്തില്ല. അപ്പോൾ തന്നെ നമ്മൾ മെന്റലി ഡൗൺ ആയി. അത് നമ്മുടെ എക്സാമിനെ നമ്മുടെ എക്സാമിനെ ടോട്ടലായിട്ട് നമ്മൾ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാനോട് പഠിക്കണം. അതായത് എക്സാം എഴുതുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് കേട്ടോ. എക്സാം എഴുതുക എന്ന് പറയുന്നത് ഒരു കലയാണ്, ഒരു സംശയവും വേണ്ട. നമ്മളൊരു ഏറ്റവും നല്ല കലാകാരനാകുമെന്ന് പറയത്തില്ല, ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഒരു 57കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കണം. അതാണ് നിങ്ങളുടെ മുൻപിൽ ഏറ്റവും വലിയ പ്രശ്നം. ഈ 57 മാർക്ക് 56, 57, 58കാർ ഇനി നമ്മുടെ മുൻപിൽ എങ്ങനെ പോലും 2-2.5 മാസം സമയം വരും. ഇത് നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ അല്ലേ. ഒരു 2-2.5 മാസം നമ്മുടെ മുൻപിൽ സമയമുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് ചിട്ടയോടെ, എപ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ട്, ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരുന്ന എക്സാം, ഞാൻ എസ്പെഷ്യലി പറയുകയാണ് 57-58കാർ, നിങ്ങൾ ശക്തമായിട്ട് ഒരു ചിട്ടയോടെ ഒരു ഓർഡർലി ആയിട്ട് നിങ്ങൾ പഠിച്ചേ, ഓർഡറായിട്ട് നിങ്ങൾ പഠിച്ച് അച്ചടക്കത്തോടെ നിങ്ങൾ പഠിച്ചേ, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പം ആദ്യം ഇപ്പൊ ഒരു ബിഗിനർ ആയിക്കോട്ടെ അല്ലെ, ഒരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഒരു 57-58 മാർക്ക് മേടിച്ച് നിൽക്കുന്ന കുട്ടികളായിക്കോട്ടെ, നമ്മുടെ മുൻപിലെ ആദ്യത്തെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്, അതായത് എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സാമിനെ കുറിച്ചാണ് അല്ലെ. എക്സാം നമുക്കറിയാം എത്രയാണ്, 80 മാർക്കിന്റെ എക്സാം ആണ്. 160 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിനും 1/2 മാർക്ക് വെച്ച് 80 മാർക്കാണ്. ഈ 80 മാർക്കിൽ നമുക്ക് നെഗറ്റീവ് ഇല്ല കേട്ടോ. ബിഗിനേഴ്സായിട്ട് കുട്ടികൾ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കി, ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് പറഞ്ഞിട്ടില്ല, നിലവിൽ പറഞ്ഞിട്ടില്ല, നെഗറ്റീവ് ഇല്ല, നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാം. അല്ല, നമുക്കൊരു 130 ശരിയാക്കണം അല്ലെ. ആ 160 ചോദ്യത്തില് ഒരു 130 ശരിയാക്കിയാൽ 65 മാർക്കായി, നമുക്ക് ജോലിയായി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം നമ്മുടെ സിലബസ് എന്താണ്. നമുക്ക് നമ്മുടെ ആ സിലബസിനെ കുറിച്ച് ഒന്ന് ഓടിച്ചു നോക്കിയാലോ. ആദ്യം വരുന്നത് കോപ്പറേറ്റീവ് ലോ ആണ് അല്ലെ, സഹകരണ നിയമങ്ങളാണ്. ആക്ട് ആൻഡ് റൂൾ വരുന്നുണ്ട്, വകുപ്പും വരുന്നുണ്ട്, ചട്ടവും വരുന്നുണ്ട്. 110 സെക്ഷനും 201 റൂളുകളെ കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനമാണ്. അമെന്റ്മെന്റ് വന്നു, അതും നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അമെന്റ്മെന്റ് ബേസ്ഡ് വേണം നമ്മൾ ഇനി പഠിക്കാൻ. രണ്ടാമത് നമുക്ക് വരുന്നത് ജനറൽ കോർപ്പറേഷൻ ആണ്. അതിൻ്റെ അകത്ത് ഇന്ത്യൻ കോർപ്പറേഷൻ, കേരള കോർപ്പറേഷൻ, ഫോറിൻ കോർപ്പറേഷന്റെ 1-2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പണ്ട് 2 വർഷം മുമ്പാണെങ്കിൽ, അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് ഉള്ള പരീക്ഷ നമുക്ക് ഏകദേശം 12ഓളം രാജ്യങ്ങൾ ഫോറിൻ കോർപ്പറേഷൻ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അത്രയൊന്നും വേണ്ട, കാരണം നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഒന്ന് റിവൈൻഡ് ചെയ്ത് പോയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് നോടിച്ച് നോക്കിയിട്ട് പോയാൽ മതി. ഫോറിൻ കോർപ്പറേഷന്, ICA, അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യൻ കോർപ്പറേഷന്, കേരള കോർപ്പറേഷൻ ആണ് കേട്ടോ, കോർപ്പറേഷൻ, ബാങ്കിങ്, അക്കൗണ്ടിങ്, നമ്മൾ കോർ സബ്ജക്റ്റുകൾ ഈ 4 അല്ലെ. നമുക്ക് 100 ക്വസ്റ്റ്യൻസ്, അതായത് 100 ചോദ്യങ്ങൾ വരുന്നത് കോപ്പറേറ്റീവ് ലോ, ജനറൽ കോർപ്പറേഷൻ, ബാങ്കിങ്, അക്കൗണ്ടിങ്. ഇതിൽ നിന്ന് നമുക്ക് 100 ക്വസ്റ്റ്യനും അല്ലെ. 50 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ നിന്നും, പിന്നെ 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് GK, 10 മാർക്ക് മാത്സ്, 60 ചോദ്യം, 20 എന്ന് പറഞ്ഞ രീതിയിൽ, അങ്ങനെ 60 ചോദ്യം അവിടെ നിന്നും, ബാക്കി 100 ചോദ്യം നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിന്നാണ്. ടോട്ടൽ 160 ചോദ്യമുണ്ട്.
80 മാർക്കിനാണ്. ഞാൻ വീണ്ടും പറയുകയാണ് 160 ചോദ്യമുണ്ട്, 80 മാർക്കിനാണ്. പ്രോപ്പറായിട്ടൊന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ചിട്ടയോടെ പഠിച്ചാൽ ക്രാക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സിലബസ് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ സിലബസ്. ഇനി ഈ സിലബസ് പ്രകാരമുള്ള പഠനം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല. നമ്മൾ ചുമ്മാ നമുക്ക് തോന്നില്ല ഞാൻ ഇന്ന് രാവിലെ കോപ്പറേറ്റീവ് ലോ പഠിച്ചു, അല്ലെ ഇന്ന് ഫുള്ള് ഞാൻ ലോ പഠിക്കുകയാണ്, നാളെ കോർപ്പറേഷൻ പഠിക്കുക, മറ്റന്നാൾ ബാങ്കിങ് പഠിക്കുക, അതിൻ്റെ അടുത്ത ദിവസം അക്കൗണ്ടിങ് പഠിക്കാൻ. അങ്ങനെ വേണ്ട. നമ്മുടെ പഠനത്തിൽ നമുക്കൊരു ബാലൻസിങ് വേണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പഠനത്തിൽ നമുക്ക് ഒരു ബാലൻസിങ് വേണം. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം നമ്മൾ ഈ 7 എണ്ണവും പഠിക്കണം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു ദിവസം നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കണം. കോപ്പറേറ്റീവ് ലോ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ നാളെ ഒരു ദിവസം അല്ല ഇന്നൊരു ദിവസം എന്താണ് 10 സെക്ഷൻ ഇന്ന് പഠിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ റൂളുകളും പഠിക്കുന്നു. കോപ്പറേറ്റീവ് ലോയുടെ കഴിഞ്ഞില്ലേ, 10 പറഞ്ഞു. ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ജനറൽ കോർപ്പറേഷൻ പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കോർപ്പറേഷനിലേക്ക് വരികയാണ് NCUO, NCDC, NDDB, ഇങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെഡറേഷൻസ് ഒക്കെ ഉണ്ട്. അത് കുറച്ച് പഠിക്കുന്നു. ബാങ്കിങ് പഠിക്കുന്നു. ബാങ്കിങ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ വേറൊരു വീഡിയോയിൽ ഓരോന്നും ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോ വരുന്നതാണ്. ഇപ്പം നമുക്ക് എന്താണ് പൊതുവേ നമ്മുടെ സിലബസ് ഓടിച്ചെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ജനറൽ കോർപ്പറേഷൻ പഠിക്കുന്ന ഒരു ദിവസം കോപ്പറേറ്റീവ് ലോ പഠിക്കണം, ബാങ്കിങ്ങിൽ നിന്ന് പഠിക്കണം, അക്കൗണ്ടിങ്ങിൽ നിന്ന് പഠിക്കണം. പണ്ട് കാലത്താണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രം മതി. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എല്ലാം പഠിക്കണം. ഇംഗ്ലീഷ്, GK, മാത്സ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും, ഇപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം എടുക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്സുകളിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് പാർട്ട് പഠിക്കണം. ഏതെങ്കിലും ടൈം ടേബിൾ അനുസരിച്ച് നമ്മളൊരു 60 ഡേയ്സിൻ്റെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഈ സിലബസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സിലബസും തീരുന്ന രീതിയിൽ ഒരു 60 ദിവസത്തെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 60 ദിവസം കൊണ്ട് നമ്മൾ ഇതിനെ വളരെ വിശദമായിട്ട് പഠിച്ചു തീർക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? 60 ദിവസം കൊണ്ട് വളരെ വിശദമായിട്ട് നമ്മൾ ഇത് പഠിച്ച് തീർത്തിരിക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം സിലബസിനെ മനസ്സിലാക്കുക, സിലബസുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാനാണ് ഒരുപാട്. പക്ഷെ നമ്മൾ സിലബസിന്റെ ഉള്ളിൽ നിന്ന് പഠിക്കണം എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. സിലബസിന്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. 7 നമുക്ക് ഡിവൈഡ് ചെയ്യുക അല്ലെ? നമ്മുടെ സിലബസിനെ നമുക്ക് 7 ഡിവൈഡ് ചെയ്യാം. കോപ്പറേറ്റീവ് ലോ 1, ജനറൽ കോർപ്പറേഷൻ, ബാങ്കിങ്, അക്കൗണ്ടിങ്, ഇംഗ്ലീഷ്, GK, മാത്സ്, ഇങ്ങനെ 7 നമുക്ക് നമ്മുടെ ടോപ്പിക്സിനെ അല്ലെങ്കിൽ നമ്മുടെ സിലബസിനെ ഡിവൈഡ് ചെയ്ത് ഓരോ ടോപ്പിക്കിൻ്റെ അകത്തും വരുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ എന്താണ്, ഞാൻ ഒരു ഉദാഹരണം 60 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച് തീർക്കുന്ന രീതിയിൽ ഒരു എന്ത് ചെയ്തിരിക്കണം? ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് കാര്യമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. 60 ഡേയ്സ് കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇത് പഠിച്ചാൽ മാത്രം പോരാ കേട്ടോ. ഇത് പഠിച്ചാൽ മതി. ഇത് നമ്മുടെ സിലബസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ പഠിക്കാം? ഡെയിലി സ്റ്റഡി ഓഫ് ഈച്ച് ടോപ്പിക്. എല്ലാ ടോപ്പിക്കുകളും എല്ലാ ദിവസവും പഠിക്കണം. അതായത് ഇന്ന് ഞാൻ കോർപ്പറേറ്റ് ലോ മാത്രമേ പഠിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നാളെ ഞാൻ ബാങ്കിങ് മാത്രമേ പഠിക്കുകയുള്ളൂ. അതല്ല, എല്ലാ ദിവസവും എല്ലാം പഠിക്കണം. എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റിലും ഏതെങ്കിലുമൊക്കെ പഠിക്കണം. ഫസ്റ്റ് കാര്യം അതാണ്. മനസ്സിലായോ? അതാണ് ചിട്ടയോടെ പഠിക്കണം എന്ന് പറയുന്നത്. ഒരു ബാലൻസിങ്ങോടെ പഠനം. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ പ്രധാനപ്പെട്ട പഠിച്ചു കഴിയുമ്പോൾ അതുമായി അനുബന്ധപ്പെട്ടുള്ള ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ. നമ്മുടെ കയ്യിൽ എപ്പോഴും എന്താണ് ബുക്ക് വേണം. അല്ലെ? നമ്മൾ പഠിക്കുന്നു, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വലിച്ചു വാരി എഴുതണ്ട. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഷോർട്ടായിട്ട് എഴുതി വെക്കുക. അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കേട്ടോ. ഇപ്പോൾ രജിസ്ട്രാർ എന്ന് വേണം, RCS എന്ന് കാണിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം എന്താണ്? റിവിഷൻ വേണം. ഡെയിലി റിവിഷൻ വേണം, വീക്ക്ലി റിവിഷൻ. ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഇന്നുമായിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. അത് ഡെയിലി റിവിഷൻ വേണം. പിന്നെ വീക്കെൻഡിൽ നമ്മളെപ്പോഴും അങ്ങനെയാണ് ടൈം ടേബിൾസ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ സൺഡേ ആണെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. നമ്മൾ ഈ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ സൺഡേ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചുമ്മാ പഠിച്ചു പോയിട്ട് കാര്യമില്ല, അത് ഓർത്തിരിക്കണം. PYQ മറ്റൊരു കാര്യമാണ്. PYQ 2-3 വർഷത്തെ അല്ലെങ്കിൽ ഒരു 2 വർഷത്തെയെങ്കിലും PYQs നമ്മൾ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്ത് നമ്മൾ പരിശീലനം നടത്തണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വായിക്കുന്നു, അതല്ല, ക്വസ്റ്റ്യൻ എടുത്ത് വായിക്കുന്നു, ഉത്തരം എഴുതി. അത് മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി അനുബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കുന്നു. അതാണ് PYQ എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണ്. ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആൻസർ വരുന്ന അതിൻ്റെ ഓപ്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് പറയാൻ പറ്റും ഏകദേശം ഒരു 25 ക്വസ്റ്റ്യനെ നമുക്ക് ഒരു PYQ പഠിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം എഴുതി വായിച്ചു പോവല്ല. ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ PYQ എക്സസൈസ് എന്ന് പറയുക. ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി അനുബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കുക. അങ്ങനെ നമുക്ക് ഒരു ദിവസം 25 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അധികം ഒന്നുമുണ്ട്. 25 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിച്ചാൽ മതി. പിന്നെ വളരെ പ്രധാനപ്പെട്ടാണ് മോഡൽ എക്സാംസിൽ എഴുതി പഠിക്കുക എന്നുള്ളത്.
എന്താണ് മോഡൽ എക്സാംസുകൾ നമ്മൾ നല്ല രീതിയിൽ എഴുതി പഠിക്കണം. കാരണം മോഡൽ എക്സാംസ് എഴുതി നോക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയ എന്ത്, നമ്മുടെ വീക്ക് ഏരിയാസ് എന്ന് മനസ്സിലാകുള്ളൂ. സ്ട്രോങ് ഏരിയാസിനെ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീക്ക് ഏരിയാസിനെ നമ്മൾ സ്ട്രോങ് ആക്കണം. ചില കുട്ടികൾ കാണിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പരീക്ഷയ്ക്ക് അവർക്ക് ചിലപ്പം കോപ്പറേറ്റീവ് ലോന് മാർക്ക് കിട്ടുക, അപ്പോൾ അതിന് സ്ട്രോങ് അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, കോപ്പറേറ്റീവ് ലോ പഠിക്കില്ല, ബാക്കി പഠിക്കും. അവിടെ ചെല്ലുമ്പോൾ ലോ താഴെ പോകും. സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. കുട്ടികൾ ഇങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ പറയും കഴിഞ്ഞ എനിക്ക് അത് എളുപ്പമായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും പഠിച്ചില്ല, ഇതെനിക്ക് തവണ ഈ പാടായി. അത് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ബാലൻസിങ് ആയിട്ടുള്ള സ്റ്റഡീസ് വേണം, ബാലൻസ്ഡ് ആയിട്ട് പഠിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമ്മൾ സമയം, പഠിക്കുന്ന സമയം ഇപ്പോൾ ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കാം സമയം കിട്ടുക. ചിലർ ജോലിക്ക് പോകുന്നുണ്ടാവാം, ചിലർ സ്റ്റുഡൻസ് ആയിരിക്കാം, ചിലർ വീട്ടിൽ തന്നെ ഇരുന്ന് ഫുൾ ടൈം പഠിക്കുന്നുണ്ടാവാം. അപ്പം നമ്മൾ എന്ത് ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നമ്മളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്താൽ ആ ടൈം ടേബിൾ അനുസൃതമായിട്ട് പഠിക്കണം. അത് എന്താണെങ്കിലും. ചിലർ പറയും സാറേ എന്താണ് എനിക്ക് ജോലിക്ക് പോകണം, അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം കോട്ടയുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ചിലർ പറയും കുട്ടികളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതുകൊണ്ട് എനിക്ക് ഇത്ര 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടെ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ 2 മണിക്കൂറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. അതൊരു എക്സ്ക്യൂസ് ആണോ? അവർക്ക് വേണ്ടി എന്താണ് പ്രത്യേകം റിസർവേഷൻ? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെ ടോപ്പിക്ക് പറഞ്ഞാൽ ആ ടോപ്പിക്സുകൾ പ്രോപ്പറായിട്ട് പഠിച്ച് തീർക്കണം. അതുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് കാര്യങ്ങൾ. നമ്മളങ്ങ് പഠിക്കുക മക്കളെ. നമ്മൾ ആലോചിച്ച് നോക്കുകയും നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പഠിക്കുന്നു അല്ലേ. ഏറ്റവും മിനിമം എന്താണ് നമുക്കറിയാം, ബികോം ഡിഗ്രി ഒരു 17-18 പോട്ടെ, ഒരു 20 വർഷം നമ്മൾ പഠിക്കുന്നില്ലേ? 20 വർഷമെങ്കിലും നമ്മൾ പഠിക്കുന്നില്ല. 1-ാം ക്ലാസ് വെച്ച് നോക്കിയേ. എങ്ങനെ പോലും നിങ്ങൾ ആലോചിച്ച് നമുക്ക് ഇപ്പോൾ എന്താണ് ഒരു എക്സാം എഴുതാൻ എങ്ങനെ പോലും നമ്മളൊരു 15 വർഷമെങ്കിലും പഠിക്കുന്നില്ല. അത്രയും ഓർത്താൽ 20 വേണ്ട, 15 വർഷമെങ്കിലും പഠിക്കുന്ന കുട്ടികളില്ലേ. അപ്പം നമ്മൾ ഈ 15 വർഷം ചിലപ്പോൾ നമ്മൾ കോളേജിലെ ടോപ്പറായിരിക്കാം, സ്കൂളിലെ ടോപ്പറായിരിക്കാം, നല്ല പഠിപ്പിയായിരിക്കാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ട്? നമ്മളിപ്പോൾ ഞാൻ പറയാം, കോളേജ് ടോപ്പറായിരിക്കാം, നമ്മുടെ ഇഷ്ടപ്പെട്ട ട്രോഫികൾ ഉണ്ടാവാം, സ്കൂളിലെ ടോപ്പറായിരുന്നു, +2 റാങ്ക് ഹോൾഡറാണ്, പക്ഷേ നല്ല ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ എത്ര പഠിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചെങ്കിലും നമുക്ക് നല്ല ജോലി വേണ്ടേ? ഇല്ലെങ്കിൽ ഇതിന് അർത്ഥമുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ നമ്മളെ കുറ്റപ്പെടുന്നുണ്ടാവും അല്ലേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ കുറേ നാളുകാട്ട് പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവന് കിട്ടുന്നില്ല, അവനിങ്ങനെ നടക്കുകയാണ്, വീട്ടുകാരുടെ പൈസ ചിലവഴിച്ച് നടക്കുകയാണ് അല്ലേ. ശരിയല്ലേ ഞാൻ പറയുന്നത്? അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ മുൻപിൽ നിന്ന് ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്താറൊക്കെ ഇല്ലേ. അപ്പോൾ അവരുടെ മുൻപിൽ നമ്മൾ തെളിയിച്ച് കാണിക്കേണ്ടേ, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ച് കാണിക്കണ്ടേ. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഓർക്കുക, നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള ആ ഒരു മെത്തേഡ്, കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കോളേജ് ലെവൽ രീതിയിലായിരിക്കാം അല്ലെ. അതല്ല, നമുക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ പഠിച്ചു വന്ന കാര്യങ്ങൾ നമ്മൾ ചുരുക്കാൻ പഠിക്കണം. അതായത് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറി ചിന്തിക്കണം. ഒരു എസ് ഐ രീതിയിലല്ല, നമുക്കിവിടെ പ്രോപ്പർ പോയിന്റുകൾ മാത്രം, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം 2-3 എക്സാംസുകളൊക്കെ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, 2-3 എക്സാംസുകളൊക്കെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഈ എക്സാം ഇങ്ങനെയായിരുന്നു അല്ലേ, ഈ എക്സാം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം ആ രീതിയിൽ നിങ്ങൾ 2-3 എക്സാംസുകളൊക്കെ എഴുതി പിന്നെ നമ്മൾ പറയുന്ന രീതിയിൽ ഒന്ന് പഠിച്ച് പോവുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് അതിൻ്റെ കോർ പോയിന്റുകൾ മാത്രം മതി. ഇപ്പോൾ NCDC എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ ഹെഡ് ക്വാർട്ടർ, അങ്ങനെ അതിൻ്റെ കോർ ആയിട്ടുള്ള പോയിന്റ്സിന് മാത്രം പഠിക്കുക. നമ്മളൊരു ഡിഗ്രി ലെവലിൽ അങ്ങനെയല്ല അല്ലേ. ഡിഗ്രി ലെവലിൽ SA ലെവലിലുള്ള പഠനമാണ്, അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണം. ഇവിടെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ എക്സാമിന് പ്രസന്റ് ചെയ്യണം, ഓർത്ത് വെച്ചേക്കുക. നമ്മൾ പഠിച്ച രീതിയിലല്ല, അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. ഒന്ന്, പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രമേ നമ്മൾ ചുരുക്കി പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. അതാണ് ബിഗിനേഴ്സ് ചെയ്യേണ്ടത്. ബിഗിനേഴ്സ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ 2-3 എക്സാംസ് എഴുതി നോക്കുക. ഫസ്റ്റ് ചെയ്യണം. ബിഗിനർ ആയിട്ടുള്ള ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ നിങ്ങൾ 2-3 എക്സാം എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പഠിച്ചത് ഇങ്ങനെയായിരുന്നു, അല്ല ഞാൻ പഠിച്ച രീതിയിലല്ല എക്സാം എഴുതേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ആദ്യം അത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സസിലൊക്കെ പ്രോപ്പറായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള. അപ്പം നമ്മളൊരു എക്സാം ഒക്കെ എഴുതി നമുക്ക് മനസ്സിലാകും കേട്ടോ, ബിഗിനേഴ്സിന് മനസ്സിലാവും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആലോചിക്കുക, നാട്ടുകാർ നമ്മളെ കുറ്റപ്പെടുത്താറുണ്ടല്ലേ. ഞാൻ വീണ്ടും പറഞ്ഞ് പറ്റുന്നതുകൊണ്ടല്ല, നമ്മളെല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു വന്ന കുട്ടികളാണ് അല്ലേ, കടന്നു വന്നിട്ടുള്ളവരാണ്. പഠനം നമ്മൾ പ്രോപ്പറാക്കുക, നമ്മൾ തെളിയിച്ച് കാണിക്കുക അല്ലേ. സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മൾ ക്വാളിറ്റി ഉള്ളവരാണ്. നമുക്കറിയാം നമ്മുടെ അറിവ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ക്വാളിറ്റി അല്ലേ ഒരു ക്വാളിറ്റേറ്റീവാണ്. അപ്പം നമുക്ക് അത് ആൾക്കാരുടെ മുൻപിൽ നമുക്ക് നല്ല ജോബ്, ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിയുടെ ബുദ്ധി അല്ലെ, ഒരു വ്യക്തിയുടെ അറിവ്, ഇതൊരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് അല്ല. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല, അത് ക്വാളിറ്റേറ്റീവാണ്. അപ്പം നമ്മുടെ ആ ക്വാളിറ്റി കാണിക്കുക. ക്വാളിറ്റി നമുക്ക് സമൂഹത്തിൻ്റെ മുൻപിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? നമ്മൾ നല്ല ജോലി മേടിക്കുക,
നല്ല കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ക്ലിയർ ചെയ്യുക. നല്ല ക്വാളിറ്റി ഉള്ളവന് മാത്രമല്ലേ, നല്ല അറിവുള്ളവന് മാത്രമല്ലേ ഉള്ളൂ എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള പഠനം നമ്മൾ കൊണ്ടുവരിക. പിന്നെ എന്താണ്, പഠിക്കുക. ഒറ്റ കാര്യം പറയാനുള്ള മക്കൾ ബൈ നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, കിട്ടുന്ന സമയം നമ്മൾ ഒരിക്കലും നിങ്ങൾ ഒരു ദിവസം 5 മണിക്കൂർ മാത്രം പഠിച്ചാൽ മതി, 6 മണിക്കൂർ മാത്രം പഠിച്ചാൽ മതി, അങ്ങനെ ഒരു സംഭവം ഇല്ല. മാക്സിമം പഠിക്കുക, കിട്ടുന്ന സമയത്തെല്ലാം പഠിക്കുക. അത് മാത്രമാണ് കേട്ടോ. അത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക. സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം പഠിക്കാൻ. ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, പല പുസ്തകങ്ങൾ അവൈലബിൾ ആണ്, അതൊന്നും കാര്യമില്ല. എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്താണ് പറയുക, പഠിക്കണം. ഓക്കെ, കുറേ PYQs എഴുതി നോക്കണം, മോഡൽ എക്സാംസുകളൊക്കെ എഴുതി പരിശീലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെ വേണം നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ടോപ്പിക്സിലും എല്ലാ ദിവസവും പഠിക്കുക, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, റിവിഷൻ ചെയ്യുക, PYQs എക്സസൈസ് ചെയ്യുക, മോഡൽ എക്സാംസ് എഴുതി നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. പിന്നെ 57, 58 എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്താൽ മതി. നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അടുത്ത് വന്നു, ഇനി ഒരു തള്ളു മതി അല്ലെ, ഒരു പുഷ് മതി എന്ന് പറഞ്ഞില്ല. അതെന്താണ്, നിങ്ങൾ തന്നെ വരണം അല്ലേ. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് റിവിഷൻ ചെയ്യുക, നല്ല നല്ല മോഡൽ എക്സാംസിൽ എഴുതി നോക്കുക, PYQs നന്നായിട്ട് പഠിക്കുക, ഷോർട്ട് നോട്ട്സിൽ വായിച്ചുകൊണ്ടേ. നമ്മൾ എന്തുകൊണ്ടാണ് ഷോർട്ട് നോട്ട് എഴുതാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ എക്സാം ഇപ്പം നമുക്കറിയാം, എക്സാമിൻ്റെ ഒരു 15 അല്ലെ 20 ദിവസം മുമ്പ് നമ്മുടെ ആ ഒരു പഠനം കംപ്ലീറ്റ്, അത് നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, എക്സാമിന് 20 ദിവസം മുമ്പേ നമ്മളെല്ലാം പഠിച്ച് തീർത്തിരിക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? എക്സാമിന് 20 ദിവസം മുമ്പേ നമ്മൾ എല്ലാം പഠിച്ച് തീർത്തിരിക്കണം. ബാക്കി വരുന്ന ആ 20 ദിവസം, എക്സാമിൻ്റെ തൊട്ട് ബാക്കി വരുന്ന ആ ഒരു 20 ദിവസം എന്താണ്, നമ്മൾ ഈ എഴുതിയ ഷോർട്ട് നോട്ട്സുകൾ തന്നെയും പിന്നെയും നമ്മൾ എപ്പോഴും ഈ ഷോർട്ട് നോട്ട്സുകൾ വായിച്ചുകൊണ്ടേയിരിക്കണം. കേൾക്കുന്നുണ്ടോ? നമ്മളെപ്പോഴും ഈ ഷോർട്ട് നോട്ട്സുകൾ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ പിന്നെ ഒരു ഡീറ്റെയിൽ നമ്മൾ വലിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് ആക്ടാ റൂൾസിൻ്റെ ഒക്കെ പുസ്തകം എടുത്ത് അങ്ങനെ പഠിക്കുന്ന കാര്യമില്ല. നമ്മൾ എഴുതി വെച്ച ഷോർട്ട് നോട്ട്സുകൾ, ആ ഷോർട്ട് നോട്ട്സിൽ എല്ലാം ഉൾപ്പെടുത്തണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. അത് കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരണം. ഒരു പോയിന്റ് കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരണം. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം വേണം നമ്മൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അവസാനത്തെ 20 ദിവസം ഈ ഷോർട്ട് നോട്ട് തന്നെ വായിക്കണമെന്നേ, ഷോർട്ട് നോട്ട് തന്നെ വായിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഏകദേശം 30 അല്ലെങ്കിൽ ഒരു 40 പേപ്പറെ പോട്ടെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 2019 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ എക്സാം ഒക്കെ എഴുതി ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 25 പേപ്പറിലേക്ക് എല്ലാ സബ്ജക്റ്റും, ഇംഗ്ലീഷ് GK മാത്സിനെ ഒഴിവാക്കുക, നമ്മുടെ കോർ സബ്ജക്റ്റ് എല്ലാം എന്താണ് ഒരു 20-25 A4 സൈസ് പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എഴുതി 20-25 പേപ്പർ കൊണ്ട് എന്നാൽ നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ്, നമ്മുടെ എന്താണ് പറയുക, ആ കോർ സബ്ജക്റ്റുകൾ 4 സബ്ജക്റ്റുകൾ എല്ലാം നമ്മൾ നോട്ട് അതിനകത്ത് ഉൾപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും, അവസാനത്തെ 20 ദിവസം നമ്മളിത് വായിച്ചുകൊണ്ടേയിരിക്കും. അതായത് അത് വായിച്ചു തീർക്കാൻ 1/2 മണിക്കൂർ മതി. എനിക്ക് 25 പേപ്പർ വായിച്ചു തീർക്കാൻ 1/2 മണിക്കൂർ മതി. ഒരു ദിവസം എന്താണ് 10 തവണ നമ്മൾ 10 മണിക്കൂർ പോട്ടെ, എക്സാം അനുസരിച്ച് നമ്മളൊരു 10 മണിക്കൂർ പഠിക്കുന്നത് വിചാരിക്കുക. ഒരു തവണ വായിക്കാൻ 1/2 മണിക്കൂർ മതി. 1 മണിക്കൂർ എത്ര എണ്ണം വായിക്കാൻ, 2 തവണ വായിച്ചൂടെ? 1 മണിക്കൂർ 2 തവണ ഞാൻ ആ ടോപ്പിക്ക് കൂടെ കടന്നു പോകുന്നത്, എൻ്റെ എല്ലാ ടോപ്പിക്കും കൂടെ 2 തവണ കടന്നു പോകത്തില്ലേ? 10 മണിക്കൂർ ആകുമ്പോഴോ, ഇത് 20 ദിവസം ആകുമ്പോഴോ, ഓക്കെ 200 ദിവസം 200 മണിക്കൂർ നമ്മൾ തന്നെ വീണ്ടും ഇത് വായിക്കുകയാണ്. എങ്ങനെ പോലും ഒരു 10 ഒരു 100 200 250 തവണ നമ്മൾ ടോപ്പിക്ക് കൂടെ കടന്നു പോകില്ലേ? എല്ലാ ടോപ്പിക്കും അല്ലെങ്കിൽ പോലും നമ്മൾ ഒരു 100 തവണയെങ്കിലും ടോപ്പിക്ക് കൂടെ കടന്നു പോകില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 100 തവണയെങ്കിലും നമ്മൾ ടോപ്പിക്സ് കൂടെ കടന്നു പോകില്ല. ഒരു ടോപ്പിക്ക് കൂടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സിൽ കൂടെ നമ്മൾ 100 തവണ റിവിഷൻ വരികയല്ലേ നമുക്ക്? അതുപോലെ നമുക്കൊരിക്കലും 160 160 ചോദ്യവും നമുക്ക് ശരിയാക്കണമെന്നുണ്ടോ? 130 ശരിയാക്കിയ പോലെ 80 വേണ്ട, 65 മതി. 65 നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ പോയി അപ്ലൈ ചെയ്താൽ 65 മാർക്ക് നമുക്ക് ലഭിക്കുമെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് GK മാത്സ് ഇതുമായി ബന്ധപ്പെട്ട പ്രോപ്പർ ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. നമുക്കറിയാം ഏതൊക്കെയാണെന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറഞ്ഞ ഇത്രയേ ഉള്ളൂ, പഠിക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. ചില ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുക 5 മണിക്കൂർ പഠിച്ചാൽ മതി, 6 മണിക്കൂർ പഠിച്ചാൽ മതി. അത് കാര്യമില്ല കേട്ടോ. ബൈ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഒരാൾക്ക് 5 മണിക്കൂർ കിട്ടുന്നുള്ളൂ, നിങ്ങൾ 5 മണിക്കൂറും പഠിക്കുക. ഒരാൾക്ക് 10 മണിക്കൂർ കിട്ടുമോ, 10 മണിക്കൂർ പഠിക്കുക. അതായത് നമ്മുടെ മാക്സിമം ടൈം നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയെന്നേ. വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു പോവുക, അത് പ്രോപ്പറായിട്ട് പഠിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പഠിക്കുക. കുറേ പരീക്ഷകളൊക്കെ എഴുതി കഴിയുമ്പോൾ, കുറേ മോഡൽ എക്സാംസുകളൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും കേട്ടോ. ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. കുറേ മോഡൽ എക്സാംസുകളും PYQs ഒക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ഓക്കെ ആകും. നമ്മൾ നല്ല കോൺഫിഡൻറ്റോടെ പിന്നെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കോൺഫിഡൻ്റ് ആണ്. നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നന്നായിട്ട് പഠിക്കണം അല്ലേ? ഓക്കെ,
അപ്പം നമുക്ക് എന്താണ് പുതിയൊരു വീഡിയോ ക്ലാസ്സിൽ ഓരോ സിലബസിനെ കീറി മുറിച്ച് നോക്കാം അല്ലേ. ഇപ്പോൾ കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഓരോ സിലബസിനെ കീറി മുറിച്ചുകൊണ്ട് അതിൽ PYQ ബേസ്ഡ് ആയിട്ട് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഏത് പാർട്ടാണെന്ന് നോക്കി നമുക്ക് അതനുസൃതമായിട്ട് വേണം അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് കൂടുതൽ ആ ഒരു എന്താണ് ഏരിയയ്ക്ക് കൂടുതൽ പ്രാധാന്യം, കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണമെന്ന് ഓർക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കും. എല്ലാവർക്കും താങ്ക് യു.